നമസ്കാരം. പ്രമേഹവും വൃക്കരോഗങ്ങളും എന്ന വിഷയത്തെക്കുറിച്ചാണ് ഇന്ന് കോവിഡ് ജാഗ്രത ചർച്ച ചെയ്യുന്നത്. നമ്മളോടൊപ്പം ഡോക്ടർ നിഷി മാത്യു ഉണ്ട്. പ്രേക്ഷകർക്കും സംശയങ്ങൾ ചോദിക്കാൻ വിളിക്കാം 04713542 എന്ന നമ്പറിൽ. ഡോക്ടർ ചേരുന്നുണ്ട് നമ്മളോടൊപ്പം. നിഷി മാത്യു ആണ്. ഡോക്ടർ നിഷി മാത്യു, സ്വാഗതം. നമസ്കാരം. ഇന്ത്യയുടെ ഏറ്റവും വലിയൊരു ആരോഗ്യ പ്രശ്നമാണ് പ്രമേഹം. എന്താണ് നിലവിൽ അവസ്ഥ? അത് വളരെ കറക്റ്റ് ആണ് പറഞ്ഞത്. നമ്മുടെ ലോക ജനസംഖ്യയുടെ 30% ആൾക്കാർക്ക് പ്രമേഹ രോഗം ഉണ്ട് എന്നാണ് കണക്കാക്കപ്പെടുന്നത്. ഈ ഇന്ത്യൻ പോപ്പുലേഷൻ നോക്കിയാൽ ഇറ്റ്സ് ഈവൻ ഹയർ. വേൾഡ് പോപ്പുലേഷൻ കമ്പയർ ചെയ്യുമ്പോൾ ഇന്ത്യൻ പോപ്പുലേഷനിൽ ഡയബറ്റിസ് പ്രമേഹ രോഗികളുടെ എണ്ണം കൂടുതലാണ്. എസ്പെഷ്യലി ദക്ഷിണേന്ത്യ, സൗത്ത് ഇന്ത്യ നോക്കുമ്പോൾ, ഹോൾ ഇന്ത്യയിൽ വെച്ച് നോക്കുമ്പോൾ സൗത്ത് ഇന്ത്യയിലെ എഗെയിൻ ഡയബറ്റിസ് മെലിറ്റസ്, അതായത് പ്രമേഹ രോഗത്തിന്റെ ഇൻസിഡൻസ് വളരെ ഹൈ ആണ്. അപ്പോ ഈ പ്രമേഹ രോഗികളുടെ എണ്ണം കൂടുമ്പോൾ അതുകൊണ്ടുണ്ടാകുന്ന കോംപ്ലിക്കേഷൻസും കൂടാൻ തുടങ്ങും. അതിൽ വളരെ കോമൺ ആയിട്ട് കാണുന്ന ഒരു കോംപ്ലിക്കേഷൻ ആണ് ഡയബറ്റിക് നെഫ്രോപ്പതി അഥവാ പ്രമേഹ രോഗം കൊണ്ടുണ്ടാകുന്ന വൃക്കപരാജയം. ഈ വൃക്കപരാജയം കൂടാതെ കണ്ണുകൾക്കുണ്ടാവുന്ന പ്രോബ്ലം, രക്തക്കൊഴലുകൾക്കുണ്ടാവുന്ന പ്രോബ്ലം, ഹാർട്ട് പ്രോബ്ലംസ്, ഹാർട്ട് അറ്റാക്ക്, പക്ഷാഘാതം, സ്ട്രോക്ക്, ഇതൊക്കെ ഡയബറ്റിസ് മെലിറ്റസിന്റെ അതായത് പ്രമേഹ രോഗത്തിന്റെ കോംപ്ലിക്കേഷൻസ് ആണ്. ഓക്കെ. ഈ ഡയബറ്റിക്കിന്റെ ഈ കിഡ്നി തകരാറിലേക്ക് വരുന്നു, പിന്നാലെ ഈ ഡയബറ്റിക് കോമയിലേക്ക് പോകുന്നു, അങ്ങനെയുള്ള വളരെ ദുഃഖകരമായ അവസ്ഥയിലേക്കൊക്കെ കൊണ്ടുപോകുന്ന ഒരു രോഗം കൂടിയാണ്. അപ്പം എങ്ങനെയാണ് ഈ സ്റ്റേജസ് വരുന്നത്? നമ്മൾ ഏത് സ്റ്റേജിലാണ് ഇതിനെ കൃത്യമായി ട്രീറ്റ് ചെയ്യേണ്ടത്? അതെങ്ങനെ മനസ്സിലാക്കാം, എങ്ങനെ പ്രതിരോധിക്കാം? പ്രമേഹം പ്രധാനമായും 2 തരത്തിലാണുള്ളത്. അതായത് ടൈപ്പ് 1 ഡയബറ്റിസ് ആൻഡ് ടൈപ്പ് 2 ഡയബറ്റിസ്. ടൈപ്പ് 1 ഡയബറ്റിസ് യൂഷ്വലി സാധാരണമായി കാണുന്നത് കുട്ടികളിലും യങ് അഡൽട്സ്, അതായത് 20 വയസ്സിന് താഴെയുള്ള ചെറുപ്പക്കാരികളിലുമാണ്. അപ്പോൾ ടൈപ്പ് 1 ഡയബറ്റീസിന്റെ ഒരു പ്രത്യേകത എന്ന് പറഞ്ഞാൽ അത് നമ്മൾ മിസ് ചെയ്യില്ല. അതായത് അത് വളരെ അക്യൂട്ട് ആയിട്ടുള്ള ഒരു പ്രസന്റേഷൻ ആയിരിക്കും. അതായത് പെട്ടെന്ന് ഉണ്ടാവുന്ന സിംറ്റംസ് ആണ്. ഷുഗർ, അത് ശരീരത്തില് പാൻക്രിയാസ് എന്ന് പറയുന്ന ഗ്രന്ഥിയാണ് ഇൻസുലിൻ ഉണ്ടാക്കുന്നത്. ആ ഇൻസുലിൻ ഓൾമോസ്റ്റ് നില്ലായി പോകുമ്പോഴാണ് ടൈപ്പ് 1 ഡയബറ്റീസ് ഉണ്ടാകുന്നത്. അപ്പോ ഷുഗേഴ്സ്, നമ്മുടെ രക്തത്തിലുള്ള പഞ്ചസാരയുടെ അളവ് 600, 800, 1000 അങ്ങനെ വളരെ ഹൈ ആയി പെട്ടെന്ന് കോംപ്ലിക്കേഷൻസോടെയാണ് ടൈപ്പ് 1 ഡയബറ്റിസ് പ്രസന്റ് ചെയ്യുക. കോംപ്ലിക്കേഷൻസ് പറഞ്ഞതുപോലെ ഡയബറ്റിക് കീറ്റോഅസിഡോസിസ്, നോൺ കീറ്റോഡിക് ഹൈപ്പർ ഓസ്മോളാർ കോമ, അതായത് വളരെ അത് ഒരു ക്രിട്ടിക്കലി ഇൽ സിറ്റുവേഷൻ ആണ്. കറക്റ്റ് ആയിട്ട് ട്രീറ്റ് ചെയ്തില്ലെങ്കിൽ മരണം വരെ സംഭവിക്കാൻ പറ്റുന്ന ഒരു സിറ്റുവേഷൻ ആണ്. ഡോക്ടർ എപ്പോഴാണ് ഒരു ഫിസിഷ്യന്റെ സഹായം തേടേണ്ടത്? കാരണം എന്തൊക്കെ ലക്ഷണങ്ങളിലൂടെയാണ് നമ്മളിത് തിരിച്ചറിയുന്നത്? പ്രത്യേകിച്ച് ഡയബറ്റിക് ആണെങ്കിലും അതിനൊപ്പം തന്നെ ഈ വൃക്കയെ ഇത് ബാധിച്ചിട്ടുണ്ടെങ്കിലും ഒക്കെ എങ്ങനെയാണ് നമ്മൾ പെട്ടെന്ന് തിരിച്ചറിയുക? എസ്പെഷ്യലി ടൈപ്പ് 1 ഡയബറ്റീസ് ഞാൻ പറഞ്ഞതുപോലെ പെട്ടെന്ന് ഒരു അൺകോൺഷ്യസ് സ്റ്റേറ്റ് ആവുക, അതിന് ഫ്യൂ ഡേയ്സ് മുന്നേ, അല്ലെങ്കിൽ കുറച്ച് ദിവസം മുന്നേ കുറച്ച് ദാഹം, സാധാരണക്കാളും കൂടുതൽ ദാഹം അനുഭവപ്പെടുക, വെയിറ്റ് കുറയുക, മൂത്രം നോർമൽ പോകുന്നതിനേക്കാളും അളവ് കൂടുതലായി പോവുക, എസ്പെഷ്യലി രാത്രി കാലങ്ങളിൽ ധാരാളം യൂറിൻ പോവുക, ഇതൊക്കെയാണ് ടൈപ്പ് 1 ഡയബറ്റീസ്. പക്ഷേ ടൈപ്പ് 1 ഡയബറ്റീസ് മെലിറ്റസ് നമ്മൾ മിസ് ചെയ്യില്ല. പേഷ്യന്റ് അക്യൂട്ട് ആയിട്ടാണ് പ്രസന്റ് ചെയ്യുക, ഐസിയുലാണ് മിക്കവാറും അഡ്മിഷൻ വരിക. ആ കോംപ്ലിക്കേഷൻ വന്ന് ഹി ഹാസ് ടു കം ഔട്ട് ഓഫ് ദാറ്റ്. ടൈപ്പ് 2 ഡയബറ്റീസ് മെലിറ്റസ് ആണ്. ഇറ്റ്സ് ലൈക്ക് അത് പ്രത്യേകിച്ച് സിംറ്റംസ് ഒന്നും ഉണ്ടാവില്ല, എസ്പെഷ്യലി ഏർലി സ്റ്റേജസില്. കുറച്ചൊരു ആൾക്കാരെങ്കിലും കാണുമ്പോൾ കുറച്ച് വെയിറ്റ് കുറഞ്ഞോ, ചെറിയ ക്ഷീണുണ്ടല്ലോ, അല്ലെങ്കിൽ കുറച്ച് ദാഹം കൂടുതലുണ്ട്, അപ്പൊ ഇനി വെയിൽ കൊണ്ടതുകൊണ്ടുള്ള ദാഹം കൂടുതലാണ്, അങ്ങനെയൊക്കെ വിചാരിക്കും. പിന്നെ അല്ലെങ്കിൽ യൂറിൻ കുറച്ച് നോർമലിനേക്കാളും കൂടുതലായിട്ട് പോകും. പക്ഷെ നമ്മൾ ടെസ്റ്റ് ചെയ്യുമ്പോൾ ഷുഗറിന്റെ അളവ് കൂടുതലായിരിക്കും. അതാണ് ടൈപ്പ് 2 ഡയബറ്റീസ് മെലിറ്റസ്. അത് യൂഷ്വലി ഒരു 35 വയസ്സ്, ഇപ്പൊ നേരത്തേക്ക് 40-45 പറഞ്ഞുകൊണ്ടിരുന്നത് ഇപ്പൊ 35 വയസ്സ് മുതൽ ഡയബറ്റീസ്. പാരമ്പര്യ രോഗസാധ്യത എത്രത്തോളം ഉണ്ട്, പ്രത്യേകിച്ച് കേരളത്തിലേക്ക് കണക്കെടുക്കുകയാണെങ്കിൽ? ടൈപ്പ് 2 ഡയബറ്റീസ് മെലിറ്റസ്, അതായത് ഈ ടൈപ്പ് 2 എന്ന് പറയുന്ന ഷുഗർ ജനറ്റിക് പ്രിഡിസ്പോസിഷൻ ഉള്ളതാണ്. അതായത് ഇപ്പൊ അച്ഛനും അമ്മയ്ക്കും ഒരാൾക്ക് ഉണ്ടെങ്കിൽ 30% സാധ്യതയുണ്ട് മക്കൾക്ക് വരാൻ. 2 പേർക്ക് ഷുഗർ ഉണ്ടെങ്കിൽ അത് ഹൈ ചാൻസ് ആണ്, 60 to 70% ചാൻസ് ഉണ്ട് മക്കൾക്ക് വരാനായിട്ട്. ബ്ലഡ് റിലേറ്റീവ്സിനുണ്ടെങ്കിൽ ഡെഫിനറ്റ് ആയിട്ട് ഇവിടെയാണ് സ്ക്രീനിങ്ങിന്റെ ഇമ്പോർട്ടൻസ്. നമ്മൾ സ്ക്രീൻ ചെയ്ത ഒരു അസുഖം കണ്ടുപിടിക്കുന്നത് ഒരു സിംറ്റംസ് ഇല്ലാതിരിക്കും, പക്ഷെ അത് ഡയഗ്നോസ് ചെയ്താൽ അതിന് ചികിത്സയുണ്ട്. ചികിത്സിച്ചാൽ അതിന്റെ കോംപ്ലിക്കേഷൻസ് അവോയ്ഡ് ചെയ്യാൻ പറ്റും. ഇങ്ങനത്തെ അസുഖങ്ങളാണ് നമ്മൾ സ്ക്രീൻ ചെയ്ത് കണ്ടുപിടിക്കുക. അതിലൊരു ഇമ്പോർട്ടന്റ് എക്സാമ്പിൾ ആണ് ഡയബറ്റിസ്, ഈ ടൈപ്പ് 2 ഡയബറ്റിസ് മെലിറ്റസ്. എസ്പെഷ്യലി ഈ ഫാമിലി പാരന്റ്സിനുണ്ട്,
അങ്ങനെയൊക്കെയുള്ളവർ, അല്ലെങ്കിൽ പ്രഗ്നൻസിയുടെ സമയത്ത് ഷുഗർ ഉണ്ടായിട്ടുള്ള സ്ത്രീകൾ, അവരൊക്കെ റുട്ടീൻ സ്ക്രീൻ ചെയ്തുകൊണ്ടിരിക്കണം. സ്ക്രീനിങ് ഇൻ ദ സെൻസ് ആനുവലി, അതായത് വർഷത്തിൽ ഒരിക്കലെങ്കിലും ബ്ലഡ് ഷുഗർ ചെക്ക് ചെയ്യുക. ഇടയ്ക്ക് ഫാസ്റ്റിംഗ് ബ്ലഡ് ഷുഗർ, ഭക്ഷണം കഴിച്ച് 2 മണിക്കൂർ ശേഷമുള്ള ഷുഗർ ഒരു വർഷത്തിൽ ഒരിക്കലെങ്കിലും, എസ്പെഷ്യലി ഇങ്ങനെ സാധ്യതകളുള്ള ആൾക്കാർ ടെസ്റ്റ് ചെയ്ത് ഏർലി ആയിട്ട് ഡയഗ്നോസ് ചെയ്യുക. ഏർലി ഡയഗ്നോസിസ് ആണ് ഡയബറ്റീസിൽ ഏറ്റവും ഇമ്പോർട്ടന്റ്. ശരി ഡോക്ടർ, നമുക്കൊരു കോൾ ഉണ്ട്. ചേർത്തലയിൽ നിന്ന് ബാബു ആണ്. ബാബു, ഡോക്ടറോട് ചോദിച്ചോളൂ സംശയം. ഹലോ ബാബു പറഞ്ഞോളൂ. ഹലോ ഡോക്ടർ, നമസ്കാരം. ഫോണിൽ ടിവിയിൽ ശ്രദ്ധിക്കാതെ ഫോണിൽ സംസാരിക്കാമോ? 10 വർഷമായിട്ട് പ്രമേഹത്തിന് മരുന്ന് കഴിക്കുന്ന ആളാണ്. കേൾക്കാമോ? ഓക്കെ. അത് പല മരുന്നുകൾ മാറി ഇപ്പൊ ഞാൻ ഗ്ലൈക്കോമെറ്റ് GP2 ആണ് കഴിക്കുന്നത്. അപ്പൊ ഞാൻ ആരോഗ്യ മാസികകളിലൊക്കെ വായിച്ചിട്ടുണ്ട്, ഈ പ്രമേഹത്തിനുള്ള മരുന്നുകൾ കുറെ വർഷങ്ങൾ കഴിച്ചു കഴിയുമ്പോൾ കിഡ്നിക്ക് പ്രശ്നം ഉണ്ടാകും എന്ന് ഞാൻ വായിച്ചിട്ടുണ്ട്. അത് ശരിയാണോ? അങ്ങനെയാണെങ്കിൽ നമ്മൾ എന്ത് ചെയ്യേണ്ടി വരും എന്നറിയാനാണ്. ബാബു, എത്ര വയസ്സുണ്ട്? പ്രായം? എനിക്ക് 61 വയസ്സുണ്ട്. 51 വയസ്സ് മുതൽ ഷുഗറിന് മരുന്ന് കഴിക്കുന്നുണ്ട് അല്ലേ? അതെ. ഹൈപ്പർ ടെൻഷൻ, ബ്ലഡ് പ്രഷറിന്റെ അസുഖം ഉണ്ടോ? അതിന് മരുന്നുകൾ എന്തെങ്കിലും കഴിക്കുന്നുണ്ടോ? ഹലോ, രക്തസമ്മർദ്ദത്തിന് മരുന്ന് എന്തെങ്കിലും കഴിക്കുന്നുണ്ടോ? പിന്നെ പ്രഷറിന്റെ മരുന്ന് കഴിക്കുന്നുണ്ട്. ഉണ്ട്. ഷുഗർ ഈയിടെ ഒരു 2 മാസത്തിനുള്ളിൽ എങ്ങാനും പരിശോധിച്ചിട്ടുണ്ടോ? പരിശോധിച്ചിട്ടുണ്ടെങ്കിൽ അതിന്റെ കൺട്രോൾ എങ്ങനെയാണ്? കേൾക്കുന്നില്ല. ഹലോ പറഞ്ഞോ. ഷുഗർ കൺട്രോൾഡ് ആണോ? കൺട്രോൾഡ് ആണ്. ഇത് പൊതുവായുള്ള ഒരു തെറ്റിദ്ധാരണയാണ്. ഷുഗറിന്റെ മരുന്നുകൾ ദീർഘകാലം കഴിച്ചാൽ കിഡ്നിക്ക് പ്രോബ്ലം ഉണ്ടാവും എന്നുള്ളത്. അത് പൂർണ്ണമായിട്ടും ഒരു തെറ്റിദ്ധാരണയാണ്. ഷുഗർ കൺട്രോളിൽ ചെയ്ത് വെക്കുന്നതാണ് കിഡ്നി പ്രോബ്ലം പ്രിവെന്റ് ചെയ്യാൻ, അതായത് വരാതിരിക്കാനുള്ള ഏറ്റവും പ്രമുഖമായ മാർഗം. ആൻഡ് ഈ പറയുന്ന ഇപ്പോ താങ്കൾ കഴിച്ചുകൊണ്ടിരിക്കുന്ന ഗ്ലൈക്കോമെറ്റ് GP2 എന്ന മരുന്ന് കിഡ്നിക്ക് വളരെ സേഫ് ആണ്. ആ മരുന്ന് കറക്റ്റായി കഴിച്ച് ഷുഗർ കൺട്രോളിൽ വെക്കുക എന്നുള്ളതാണ് കിഡ്നി പ്രോബ്ലം ഉണ്ടാവാതിരിക്കാനുള്ള ഏറ്റവും പ്രമുഖ മാർഗം. അത് ലോങ് ടേം, ഇനി ഒരു 10 വർഷം കൂടി കഴിച്ചാലും കിഡ്നിക്ക് പ്രോബ്ലം ഉണ്ടാവില്ല മരുന്ന് കാരണം. പക്ഷെ ഷുഗർ കൺട്രോൾഡ് അല്ലെങ്കിൽ കിഡ്നിക്ക് അത് കാരണം ഉണ്ടാകുന്ന പ്രോബ്ലംസ് ഉണ്ടാവാനാണ് സാധ്യത കൂടുതൽ. ശരി ഡോക്ടർ, തിരുവനന്തപുരത്ത് നിന്ന് ഒരു കോൾ ഉണ്ട്. അനീഷാണ്. അനീഷ്, ഡോക്ടറോട് ചോദിച്ചോളൂ സംശയം. അനീഷിന്റെ കോൾ കട്ടായി. മാഹിയിൽ നിന്നാണ് അടുത്ത കോൾ. സുന്ദര, ഡോക്ടറോട് ചോദിച്ചോളൂ. ഹലോ പറഞ്ഞോളൂ. ഞാൻ ഡയാലിസിസ് ചെയ്യുന്ന ഒരാളായിരുന്നു. ആ പ്രമേഹം മൂലമാണ് എനിക്ക് ഡയാലിസിസ് വന്നത്. അപ്പൊ ആകെ ബുദ്ധിമുട്ടിയിട്ട് നിൽക്കുന്നതാണ് ഞാൻ. എനിക്ക് അതിൽ നിന്നൊരു മാറ്റം ഉണ്ടാവുമോ? വേറെ എന്തെങ്കിലും മരുന്ന് കഴിച്ചിട്ട് ഡയാലിസിസ് ഒഴിവാക്കിയിട്ടുള്ള ഒരു മാറ്റം ഉണ്ടാവുമോ എന്നാണ് ഞാൻ ചോദിക്കുന്നത്. എത്ര നാളായി ഡയാലിസിസ് ചെയ്യാൻ തുടങ്ങിയിട്ട്? 2 വർഷമായി. എത്ര പ്രായമുണ്ട്? എനിക്ക് 52 വയസ്സ്. സുന്ദര, എനിക്ക് പറയാനുള്ളത് 2 വർഷമായി ഒരാൾ ഡയാലിസിസ് ആണ് എന്നുള്ളത് കാണിക്കുന്നത് കിഡ്നികള് തീരെ പ്രവർത്തിക്കുന്നില്ല എന്നുള്ളതാണ്. അതായത് ഡയാലിസിസ് ഡിപ്പെൻഡന്റ് ആണ്. നമ്മുടെ ശരീരത്തിലെ വെള്ളത്തിന്റെ അളവും നമ്മുടെ ഇലക്ട്രോലൈറ്റ്സിന്റെ ബാലൻസും ഒക്കെ മെയിൻറ്റെയിൻ ചെയ്യണമെങ്കിൽ നമ്മുടെ ഡയാലിസിസ് തന്നെ വേണ്ടി വരും. 2 വർഷം ഡയാലിസിസിൽ ഇരിക്കുന്ന ഒരാൾക്ക് ഡയാലിസിസ് ഇല്ലാതെ പോകാനുള്ള സാധ്യത ഇല്ല എന്ന് തന്നെ പറയാം. ശരി ഡോക്ടർ, ഈ ഹൃദയത്തിന്റെ പ്രവർത്തനത്തെ ഈ പ്രമേഹം മൂലമുണ്ടാകുന്ന വൃക്കരോഗം എങ്ങനെയാണ് ബാധിക്കുന്നത്? ഈ പറഞ്ഞ പ്രമേഹം നമ്മുടെ ശരീരത്തിലുള്ള എല്ലാ രക്തക്കൊഴുകളെയും ബാധിക്കും. ചെറിയ രക്തക്കൊഴലുകളും വലിപ്പ കൂടുതലുള്ള രക്തക്കൊഴലുകളും. ഇപ്പൊ ഹാർട്ടിലേക്കുള്ള രക്തക്കൊഴൽ വെസൽസിനെയാണ്, അതായത് രക്തക്കൊഴലുകളാണ് പ്രധാനമായിട്ടും ഈ ഷുഗർ ബാധിക്കുന്നത്. ഇപ്പൊ ഹാർട്ടിലേക്ക് സപ്ലൈ ചെയ്യുന്ന കൊറോണറി ആർട്ടറീസ് എന്ന് പറയുന്ന രക്തക്കൊഴലുകളിൽ കൊഴുപ്പടിയാനും കാൽഷ്യം അടിയാനും അങ്ങനെ ഹാർട്ടിലേക്കുള്ള രക്തയോട്ടം കുറയാനും ഡയബറ്റീസ് കാരണം
ഈ ഡയബറ്റീസ് ഉള്ള ആൾക്കാരിൽ ഒരു 20-25% ആൾക്കാർ എങ്കിലും ഹാർട്ട് ഡിസീസ് ഉണ്ടാവും എന്നാണ് പഠനങ്ങൾ കാണിക്കുന്നത്. അതും ഈ പറഞ്ഞ മാതിരി ഷുഗർ പ്രമേഹം കൺട്രോൾ ചെയ്യുന്നതിലൂടെ ഈ വക കോംപ്ലിക്കേഷൻസ് എല്ലാം നമുക്ക് പ്രിവെന്റ് ചെയ്യാൻ പറ്റും. അതോടൊപ്പം എനിക്ക് ഒരു കാര്യം കൂടി പറയാനുണ്ട്. ഡയബറ്റിസ് കിഡ്നി അഫക്ട് ചെയ്യുന്നത് നമ്മൾ ഡയഗ്നോസ് ചെയ്യുന്നത് തന്നെ മൂത്രത്തിലൂടെയുള്ള പ്രോട്ടീൻ ലീക്കാണ്. കിഡ്നി ബേസിക്കലി ഒരു അരിപ്പയാണ്. ഈ കിഡ്നിക്ക് ഡയബറ്റിസ് കാരണമുള്ള ഡാമേജ് വരുമ്പോൾ ഈ അരിപ്പയിലാണ് ഡാമേജ് വരിക. അപ്പൊ ഈ അരിപ്പ ഡാമേജ് ആകുമ്പോൾ നമ്മുടെ ശരീരത്തിലുള്ള ആൽബുമിൻ, വേറെ പ്രോട്ടീൻസ് ഒക്കെ ഈ അരിപ്പ വഴി ഫിൽറ്റേർഡ് ആവും. നോർമലി അത് ഫിൽറ്റേർഡ് ആവാൻ പാടില്ല. അതിനെയാണ് നമ്മൾ ആൽബുമിനൂറിയ, മൈക്രോ ആൽബുമിനൂറിയ, മാക്രോ ആൽബുമിനൂറിയ എന്നൊക്കെ പറയുന്നത്. അത് അങ്ങനെ ആൽബുമിനൂറിയ ഉള്ള ഒരാൾക്ക് കാർഡിയാക് പ്രോബ്ലം അല്ലെങ്കിൽ ഹാർട്ടിന്റെ പ്രോബ്ലം ഉണ്ടാവാനുള്ള സാധ്യത നോർമൽ ആളിനേക്കാളും ഒരു 5 തൊട്ട് 10 ടൈംസ് കൂടുതലാണ്. അതായത് ഒരു ഇൻഡിക്കേറ്റർ ആണ്. അതായത് ഡയബറ്റിക് നെഫ്രോപ്പതി, ഈ ഡയബറ്റീസ് കാരണം ഉണ്ടാകുന്ന കിഡ്നി പ്രോബ്ലം, അത് മൂലം ഉണ്ടാകുന്ന പ്രോട്ടീനൂറിയ, അത് കാർഡിയാക് മോർട്ടാലിറ്റി അല്ലെങ്കിൽ കാർഡിയാക് ഔട്ട്കംസ്, ഹാർട്ടിനുണ്ടാകുന്ന പ്രോബ്ലംസ് വരാനുള്ള സാധ്യത വളരെ കൂടുതലാണ് എന്നുള്ളതാണ് ഇൻഡിക്കേറ്റ് ചെയ്യുന്നത്. ശരി ഡോക്ടർ, മാവേലിക്കരയിൽ നിന്നൊരു കോൾ ഉണ്ട്. സുഷമയാണ്. സുഷമ ഡോക്ടറോട് ചോദിച്ചോളൂ. സുഷമ കേൾക്കാമോ? ഹലോ. ഹലോ സുഷമ പറഞ്ഞോളൂ. ഡോക്ടറെ, എന്റെ കുഞ്ഞിനാണെങ്കിൽ 3 വയസ്സേ ഉള്ളു. കുഞ്ഞിനിപ്പോ 2 വയസ്സ് കഴിഞ്ഞപ്പോഴത്തേക്ക് ഷുഗർ കൺഫേം ചെയ്ത് ഞങ്ങളിപ്പോ ഇൻസുലിൻ ചെയ്തോണ്ടിരിക്കുക. അതുകൊണ്ട് എന്തെങ്കിലും പ്രശ്നങ്ങള്? ഇത് കുഞ്ഞിന് എത്ര വയസ്സാണ് പറഞ്ഞത്? 2 വയസ്സോ? 3 വയസ്സ്. 3 വയസ്സല്ലേ? കുഞ്ഞിന് ടൈപ്പ് 1 ഡയബറ്റിസ് എന്ന് പറയുന്ന പ്രമേഹ രോഗമാണ്. ശരീരത്തിൽ തീരെ ഇൻസുലിൻ പ്രൊഡ്യൂസ് ചെയ്യുന്നില്ല. അപ്പൊ കുഞ്ഞിന് കറക്റ്റായി ഇൻസുലിൻ എടുക്കണം. ഇൻസുലിൻ വഴിയുള്ള ട്രീറ്റ്മെന്റ് മാത്രമേ, അതായത് ടാബ്ലറ്റ്സ് ഒന്നും എഫക്റ്റീവ് ആയിരിക്കില്ല. നമ്മുടെ ശരീരത്തിൽ ഇല്ലാത്ത ഇൻസുലിൻ നമ്മൾ പുറത്തുനിന്ന് ഇൻജെക്ട് ചെയ്ത് കുഞ്ഞിന് കറക്റ്റ് ആയിട്ട് കൊടുക്കണം. അതാണ് ഇതിന് ഏറ്റവും ഇമ്പോർട്ടന്റ്. ശരി, അങ്കമാലിയിൽ നിന്നാണ് ഡോക്ടർ. അടുത്ത കോള് ജോസ് ആണ്. ജോസ് ഡോക്ടറോട് ചോദിച്ചോളൂ. എനിക്ക് 60 വയസ്സായി. ഒരു 10 വർഷമായിട്ട് ക്രിയാറ്റിൻ 1.5-നും 1.6-നും ഇടയ്ക്കാണ്. അപ്പൊ കേരളത്തിലുള്ള ഒരുവിധം എല്ലാ നെഫ്രോളജിസ്റ്റിനെ കണ്ടു. അപ്പൊ അവരൊക്കെ ഒന്ന് പറയുന്നത് ഇതിനെ ചികിത്സയില്ല, മെഡിസിൻ ഇതുവരെ കണ്ടുപിടിച്ചില്ല എന്ന് പറയുന്നത്. അപ്പൊ എന്നോട് എക്സസൈസ് ചെയ്യാൻ പറഞ്ഞിട്ടുണ്ട്, നടക്കാൻ പറഞ്ഞിട്ടുണ്ട്, പിന്നെ കുറെ ഉപ്പ് ഉപയോഗിക്കരുത്, അച്ചാർ ഉപയോഗിക്കരുത്, കുറെ റെമഡീസ് ഒക്കെ പറഞ്ഞിട്ടുണ്ട്. പിന്നെ ഞാനേ ബിപിയുടെ മരുന്ന് 10 അംലോവാസിന്റെ 10 mg മരുന്ന് കഴിക്കുന്നുണ്ട്. പ്രമേഹ രോഗം ഉണ്ടോ? പ്രമേഹ രോഗം ഇല്ല, കൺട്രോൾഡാ. എനിക്ക് ഇതുവരെ 100 കട്ട് ചെയ്തിട്ടില്ല. ഓക്കെ, ഗുഡ്. ഓക്കെ, അപ്പോ ജോസ് പറഞ്ഞ പോലെ ഇതുവരെ കുറെ നെഫ്രോളജിസ്റ്റിനെ കണ്ടു. ഒരു നല്ല കാര്യം, ഈ 10 വർഷമായിട്ട് 1.5 1.6 മേടിക്ക് നിൽക്കുന്നത് നിങ്ങളുടെ പ്രോപ്പർ ഡയറ്റ്, നിങ്ങളുടെ ഭക്ഷണ രീതിയും പ്രഷറിന്റെ ഗുളിക നന്നായി കഴിച്ച് പ്രഷറൊക്കെ പ്രോപ്പർ ആയിട്ട് കൺട്രോൾ ചെയ്യുന്നത് കൊണ്ടാണ്. 1.5 to 1.6 എന്ന് പറഞ്ഞാൽ കിഡ്നിയുടെ പ്രവർത്തനം ഒരു നമ്മൾ കാൽക്കുലേറ്റ് ചെയ്യുമ്പോൾ ഒരു 50% 40% ഉള്ളൂ. പക്ഷെ ഈ രീതികളിൽ ഈ പറഞ്ഞ പോലെ ഡയറ്റും മരുന്നുകളും ഒക്കെ ഇത് ചെയ്ത് പോയാൽ, ഈ രീതിയിൽ തന്നെ പോയാൽ വലിയ കുഴപ്പമില്ല. ഇപ്പൊ ചെയ്യുന്ന കാര്യങ്ങളൊക്കെ തന്നെ കണ്ടിന്യൂ ചെയ്താൽ മതി. ശരി ഡോക്ടർ. ട്രിവാൻഡ്രത്ത് നിന്നാണ് അടുത്ത കോൾ. ഗിരീഷ് ആണ്. ഗിരീഷ് ചോദിച്ചോളൂ ഡോക്ടറോട്. ഗിരീഷ് കേൾക്കാമോ? ഹലോ. പറഞ്ഞോളൂ ഗിരീഷ്. ടി വിയിൽ ശ്രദ്ധിക്കുകയാണെന്ന് തോന്നുന്നു ഡോക്ടർ. ഈ രോഗം വരുന്നത് അത് ജീവിത രീതിയിലൊക്കെ വരുന്ന വലിയ മാറ്റങ്ങൾ കാരണമാണ്, പ്രത്യേകിച്ച് ഭക്ഷണ രീതിയിൽ. അപ്പം ഏത് ഏജിലുള്ള ആളുകൾ എങ്ങനെയൊക്കെ, ഇപ്പോൾ ചെറിയ കുഞ്ഞുങ്ങൾക്ക് മുതൽ പ്രായമായ ആളുകൾക്ക് വരെ വരുന്ന രോഗമായതുകൊണ്ട് തന്നെ ഓരോ ഏജിനും അനുസരിച്ചുള്ള ജീവിത രീതിയിൽ വരുത്തേണ്ട മാറ്റങ്ങൾ, ഭക്ഷണത്തിൽ ശ്രദ്ധിക്കേണ്ട കാര്യങ്ങൾ എന്തൊക്കെയാണ്? ലൈഫ് സ്റ്റൈൽ മോഡിഫിക്കേഷൻസ്, അതായത് നമ്മുടെ ജീവിതശൈലിയിൽ ഉണ്ടാകുന്ന മോഡിഫിക്കേഷൻസ്, നല്ല രീതിയിലുള്ള വ്യതിയാനങ്ങളാണ് ഈ അസുഖം പ്രോഗ്രസ്, അതായത് മോശമാവാതിരിക്കാനായിട്ട് ഒരു വലിയ രീതിയിൽ ഹെൽപ്പ് ചെയ്യുന്നത്. ഈ പ്രമേഹ രോഗികൾ അനുസരിക്കേണ്ട കുറെ ഭക്ഷണ രീതികളുണ്ട് ഷുഗർ കൺട്രോളിന് വേണ്ടിയിട്ട്. അതായത് നാരുകളുള്ള ഭക്ഷണ സാധനം കൂടുതൽ കഴിക്കുക, വെജിറ്റബിൾസ് കൂടുതലായിട്ട് കഴിക്കുക, പയറുവർഗ്ഗങ്ങൾ കഴിക്കുക, പിന്നെ റെഡ് മീറ്റ്, അത് ബീഫ്, മട്ടൺ അങ്ങനത്തെ സാധനങ്ങൾ ഒത്തിരി ഉപയോഗിക്കുന്ന ഒഴിവാക്കുക, ഓയിലി ഫുഡ്സ്, ജങ്ക് ഫുഡ്സ്, അങ്ങനെ ചീസ്, അങ്ങനത്തെ പ്രോസസ്ഡ് സാധനങ്ങളൊക്കെ കുറയ്ക്കുക, ഈ മൈദയിൽ ഉണ്ടാക്കുന്ന സാധനങ്ങൾ കൂടുതൽ കഴിക്കുക, ഇതൊക്കെ കുറയ്ക്കുക. പിന്നെ പ്രോപ്പർ ആയിട്ടുള്ള എക്സസൈസ്, അതൊരു 20 മിനിറ്റ്സ് എങ്കിലും രാവിലെ വൈകുന്നേരം ഒരു പ്രോപ്പർ എക്സസൈസ്.
പിന്നെ വെയിറ്റ്, എസ്പെഷ്യലി വയറിന്റെ ഭാഗത്ത് ഉണ്ടാകുന്ന വണ്ണം, അത് അബ്ഡോമിനൽ ഒബിസിറ്റി എന്നാണ് പറയാ. അത് ഇറ്റ്സ് വെരി അത് വളരെ മോശം ഇതാണ് നമ്മുടെ കിഡ്നിക്ക്, ഹാർട്ടിനാണെങ്കിലും ബാക്കി രക്തക്കൊള്ളുകൾക്കാണെങ്കിലും. അപ്പോൾ ഈ വയറിന്റെ ഭാഗത്തുള്ള വണ്ണം കുറയ്ക്കാനായിട്ട് പ്രോപ്പർ എക്സസൈസ് ചെയ്യുക, കൂടുതൽ ഫാറ്റി ഫുഡ്സ് അങ്ങനത്തെ സാധനങ്ങൾ ഒഴിവാക്കുക, സോൾട്ടിന്റെ ഉപയോഗം കുറയ്ക്കുക, പ്രോട്ടീൻ ഒരു നമ്മൾ പറയുന്നത് ഒരു 50 to 60 ഗ്രാംസ് പ്രോട്ടീൻ നമ്മുടെ ആവശ്യമാണ് നമ്മുടെ ഇതിൽ. അപ്പൊ അത് കഴിക്കുക. ഇങ്ങനെയൊക്കെയുള്ള ഹെൽത്തി ഫുഡ്, ഹെൽത്തി ലൈഫ് സ്റ്റൈൽ ഫോളോ ചെയ്താൽ കുറെ ഈ ഡിസീസ് പ്രോഗ്രഷൻ, ഈ ഡിസീസ് മോശമാവുന്നത് ഒരു പരിധി വരെ കൺട്രോൾ ചെയ്യാൻ പറ്റും. ശരി ഡോക്ടർ, കൂടുതൽ സംശയങ്ങൾ ഈ വിഷയത്തിലുണ്ട്. പ്രേക്ഷകർക്കും വിഷയത്തിൽ ചോദ്യങ്ങൾ ചോദിക്കാം ചെറിയൊരു ഇടവേളയ്ക്ക് ശേഷം. പ്രമേഹവും വൃക്കരോഗങ്ങളും എന്ന വിഷയമാണ് സംസാരിക്കുന്നത്. ഡോക്ടർ നിഷി മാത്യു ആണ് നമ്മളോടൊപ്പം ഉള്ളത്. ഡോക്ടർ, ചേർത്തലയിൽ നിന്ന് ഗീത എന്ന പ്രേക്ഷക ചേരുന്നുണ്ട്. ഗീത, ഡോക്ടറോട് ചോദിച്ചോളൂ. ഡോക്ടർ, ഞാൻ കഴിഞ്ഞ ലോക്ക്ഡൌണിൽ എനിക്ക് ഷുഗറിന്റെ ആരംഭം ഉണ്ടായി. അതായത് 450 തുടങ്ങിയത്. പിന്നെ അത് കഴിഞ്ഞിട്ട് ഇപ്പൊ മരുന്ന് കണ്ടിന്യൂ ആയിട്ട് കഴിച്ചോണ്ടിരിക്കുകയാണ്. അപ്പൊ ഇപ്പൊ ഈ കഴിഞ്ഞ മെയ് 5-ാം തീയതി എനിക്ക് പോസിറ്റീവായി. അപ്പൊ എനിക്ക് പരിശോധിക്കാൻ പറ്റില്ല. എന്നാൽ ഏപ്രിൽ മാസത്തിൽ പരിശോധിച്ചപ്പോ 140 പക്ഷെ അപ്പൊ എനിക്കിപ്പോ പോസിറ്റീവ് ആയതിനു ശേഷം മുതുകിന് ഭയങ്കര വേദന ആയിട്ടുണ്ട്. മറ്റു അസുഖങ്ങളായിട്ടും തോന്നില്ല. എന്നാൽ മുതുകിന് ഇപ്പൊ പോസിറ്റീവ് മാറി നെഗറ്റീവായി, പക്ഷെ എന്നാൽ മുതുകിന് നല്ലൊരു വേദന തുടങ്ങിയിട്ടുണ്ട്. 3 നേരം ഞാൻ മരുന്ന് കഴിക്കുന്നുണ്ട്. ഷുഗറിനുള്ള ടാബ്ലറ്റ്സ് ആണ്, ഇൻസുലിൻ ആണോ കഴിക്കുന്നത്? ഹലോ, ഷുഗറിന് മരുന്നുകളാണോ അത് ഇൻസുലിൻ ആണോ? മരുന്നാണ്, ഗുളികയാണ് കഴിക്കുന്നത്. ഇപ്പൊ പറഞ്ഞതനുസരിച്ച് ഷുഗർ കൺട്രോൾഡ് ആണ് അല്ലെ? 140 ആ ഒരു ലെവലിലാണ് നിൽക്കുന്നത്. ഓക്കെ, ഷുഗർ ഇപ്പൊ കൺട്രോൾഡ് ആണ്. അപ്പൊ നിങ്ങൾ ഒരു കാര്യം പറയാനുള്ളത്, കഴിഞ്ഞ വർഷമാണ് നമ്മൾ 450 ഷുഗർ ആയിട്ട് ഇത് ഡയഗ്നോസ് ചെയ്തത്. ഇപ്പം നന്നായി ഷുഗർ കൺട്രോൾഡ് ആണ്. പക്ഷെ ഇങ്ങനെയുള്ള, അതായത് നമ്മൾ ഈ ഒരു ഇങ്ങനെ ഡയബറ്റിസ് ഡയഗ്നോസ് ചെയ്യുന്ന സമയത്ത് നമ്മൾ മൂത്ര പരിശോധനയും കിഡ്നിയുടെ ഫങ്ഷൻ ടെസ്റ്റ്, ക്രിയാറ്റിനിൻ, യൂറിക് ആസിഡ്, ഈ വക പരിശോധനകൾ ചെയ്ത് കിഡ്നിക്ക് പ്രോബ്ലം എന്തെങ്കിലും ഉണ്ടോ എന്നുള്ളത് നമ്മൾ കൺഫേം ചെയ്യണം. ശരി ഡോക്ടർ, ഇതിലൊരു തകരാറ് കണ്ടെത്തിയാൽ രക്തപരിശോധനയിലോ മൂത്രപരിശോധനയിലോ ഇത്തരത്തിലൊരു പ്രശ്നമുണ്ട് എന്ന് കണ്ടെത്തിയതിന് ശേഷമുള്ള ചികിത്സാ രീതികൾ എങ്ങനെയൊക്കെയാണ്? നേരത്തെ പറഞ്ഞതുപോലെ ഏജ് അടിസ്ഥാനത്തിലാണോ, ഇല്ലെങ്കിൽ എല്ലാവർക്കും ഒരേ തരത്തിലുള്ള ട്രീറ്റ്മെന്റ് ആണോ? പൂർണ്ണമായും ഭേദമാകാനുള്ള സാധ്യത എത്രത്തോളമാണ്? ഡയബറ്റിസ് കാരണം ഉണ്ടാകുന്ന വൃക്കരോഗം, ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ ആ വൃക്കരോഗം എങ്ങനെയാണ് പ്രോഗ്രസ് ചെയ്യാൻ പോകുന്നത് എന്ന് ഡിപ്പെൻഡ് ചെയ്യുന്നത് ഡയബറ്റിസിന്റെ കൺട്രോളിലാണ്. അതായത് നമ്മുടെ ഫാസ്റ്റിംഗ് ബ്ലഡ് ഷുഗർ ഒരു 100-110, ഭക്ഷണത്തിന് ശേഷമുള്ള ഷുഗർ ഒരു 140, മാക്സിമം പോയി 180, ആ ഒരു ലെവലിൽ കൺട്രോൾഡ് ആക്കുക എന്നുള്ളതാണ് ഡയബറ്റിസിന്റെ വൃക്കരോഗം എങ്ങനെയാണ് പ്രോഗ്രസ് ചെയ്യാൻ പോകുന്നത്, എങ്ങനെയാണ് മുന്നോട്ട് പോകാൻ പോകുന്നത് എന്നുള്ളത് ഡിസൈഡ് ചെയ്യുന്നത്. അപ്പോ കറക്റ്റ് ആയിട്ട് ബ്ലഡ് ഷുഗർ കൺട്രോൾ ആണ് ഇതിന് ഏറ്റവും ഇമ്പോർട്ടന്റ്. അതേപോലെ ഇപ്പം നമ്മൾ ഇത് ഡയബറ്റിസ് കൊണ്ടുള്ള വൃക്ക പരാജയം ഉണ്ടോ എന്ന് ഡയഗ്നോസ് ചെയ്യുന്ന പരിശോധന മൂത്ര പരിശോധനയാണ്. ഇത് വളരെ സിമ്പിൾ ആയിട്ടുള്ള ഒരു പരിശോധനയാണ്. യൂറിൻ റുട്ടീൻ അല്ലെങ്കിൽ യൂറിൻ ആൽബുമിൻ, മൈക്രോ ആൽബുമിൻ. ഞാൻ നേരത്തെ പറഞ്ഞ പോലെ ഈ ആൽബുമിൻ യൂഷ്വലി 30 മില്ലിഗ്രാമിന് താഴെ ആയിരിക്കണം. ഈ ഡയബറ്റിസ് കാരണം ഉണ്ടാകുന്ന വൃക്ക പരാജയം വരുമ്പോഴാണ് ആ 30 മില്ലിഗ്രാം എന്നുള്ളത് 300 ആവുക, അത് 3 ഗ്രാം ആവുക. അപ്പൊ അത് കൂടി വരുന്നത് കിഡ്നി പ്രോബ്ലം പ്രോഗ്രസ് ചെയ്യുന്നുണ്ട് എന്നുള്ളതാണ് നമ്മളെ കാണിക്കുന്നത്. അപ്പൊ നമുക്ക് ട്രീറ്റ് ചെയ്യാൻ പറ്റുന്നത് 1-2 ഘടകങ്ങളുണ്ട്. അത് ഏറ്റവും ഇമ്പോർട്ടന്റ് ഞാൻ പറഞ്ഞ പോലെ ബ്ലഡ് ഷുഗർ കൺട്രോൾ, നമ്മുടെ പ്രമേഹം കൺട്രോൾ ചെയ്യുക. രണ്ടാമത്തെ ഇമ്പോർട്ടന്റ് കാര്യം ബ്ലഡ് പ്രഷർ. ഇത് രണ്ടും ജീവിതശൈലി രോഗങ്ങളാണ്. അപ്പൊ മിക്കവാറും ഡയഗ്നോസ് ചെയ്യുമ്പോൾ രണ്ടും കാണും. ഒരു 50% ആൾക്കാർക്ക് ഷുഗറിന്റെ കൂടെ ബ്ലഡ് പ്രഷറും കാണും. ഈ ബ്ലഡ് പ്രഷർ കൺട്രോൾ വളരെ ഇമ്പോർട്ടന്റ് ആണ്. നമ്മൾ സജസ്റ്റ് ചെയ്യുന്നത് എസ്പെഷ്യലി ഒരു യങ്ങർ ഏജ് 50 വയസ്സിനൊക്കെ താഴെയുള്ള ആൾക്കാർക്ക് 130-80 അതിൽ കൂടുതൽ ബ്ലഡ് പ്രഷർ അധികമായാൽ അത് കിഡ്നിയെ ഡാമേജ് ചെയ്യും. അപ്പോൾ ബ്ലഡ് ഷുഗർ കൺട്രോൾ, പ്രമേഹം കൺട്രോൾ ചെയ്യുന്നതിനോടൊപ്പം തന്നെ രക്തസമ്മർദ്ദം, ഹൈപ്പർ ടെൻഷൻ, ബ്ലഡ് പ്രഷറും കൺട്രോൾ ചെയ്യാം.
ഓക്കെ, ഈ രണ്ട് മെഷേഴ്സ്. ട്രിവാൻഡ്രത്ത് നിന്ന് ഒരു കോൾ ഉണ്ട്. ഗിരീഷ് എന്നാണ് പേര്. ഗിരീഷ് ഡോക്ടറോട് ചോദിച്ചോളൂ. ഡോക്ടറെ പറഞ്ഞു. ഡോക്ടറെ, എനിക്ക് മൂത്രം ഒഴിക്കുമ്പോൾ നല്ല വേദനയുണ്ട്, പിന്നെ മൂത്രത്തിൽ പതയുണ്ട്. പ്രമേഹ രോഗമുണ്ടോ? ഇല്ല, പ്രമേഹവും രക്തസമ്മർദ്ദവും അങ്ങനത്തെ ഒന്നുമില്ല. എത്ര വയസ്സുണ്ട്? എനിക്ക് 50 വയസ്സുണ്ട്. ഈ മൂത്രപ്പത കുറച്ച് നാളുകളായിട്ടുണ്ടോ? അതിപ്പോ കാണാൻ തുടങ്ങിയിട്ട് ഇപ്പൊ ഒരു മാസമായി. ഈ മൂത്രം ഒഴിക്കുമ്പോൾ വേദനയും 1 മാസമായിട്ടുണ്ടോ? 1 മാസമായിട്ട് അങ്ങനെയുണ്ട്. ഷുഗർ എപ്പോഴെങ്കിലും പരിശോധനയിൽ? ഷുഗർ ഒരു 4-5 മാസം മുമ്പ് ടെസ്റ്റ് ചെയ്തപ്പോ ഒന്നുമില്ല, നോർമലായിട്ട്. മൂത്രം ഒഴിക്കുമ്പോഴുള്ള വേദന മൂത്രത്തിൽ ഉണ്ടാകുന്ന അണുബാധയാണ് കാണിക്കുന്നത്. എസ്പെഷ്യലി ഒരു 50 വയസ്സിന് മേലുള്ള പുരുഷന്മാർക്ക് പ്രോസ്റ്റേറ്റ് ഗ്രന്ഥി വീക്കം വന്നാൽ മൂത്രത്തിന് എന്തെങ്കിലും തടസ്സം ഉണ്ടെങ്കിൽ മൂത്രം ഇൻഫെക്ഷൻ വരാനുള്ള സാധ്യത കൂടുതലാണ്. നിങ്ങൾ അടുത്തുള്ള ഒരു ഡോക്ടറെ സമീപിച്ച് മൂത്ര പരിശോധന നടത്തണം. മൂത്രത്തിൽ പഴുപ്പിന്റെ അംശമുണ്ടോ? കാരണം മൂത്രത്തിൽ ഇൻഫെക്ഷൻ വരുമ്പോൾ തന്നെ നല്ല കാര്യമായിട്ടുള്ള ഇൻഫെക്ഷൻ ഉണ്ടെങ്കിൽ പത ഉണ്ടാവും. അപ്പൊ മൂത്ര ഇൻഫെക്ഷൻ ആണ് ആദ്യം നമ്മൾ റൂൾ ഔട്ട് ചെയ്യേണ്ടത്. രണ്ടാമത്തെ സ്റ്റോണിന്റെ പ്രോബ്ലം എന്തെങ്കിലും ഉണ്ടോ നോക്കുക. സോ അപ്പൊ അടുത്തുള്ള ഡോക്ടറെ കണ്ടിട്ട് മൂത്ര പരിശോധന യൂറിൻ റുട്ടീൻ പരിശോധിക്കുക കേട്ടോ. ശരി ഡോക്ടർ, ഒരു കോൾ കൂടി ഉണ്ട്. നാരായണൻ കാസർഗോഡ് നിന്ന്. നാരായണൻ ഡോക്ടറോട് ചോദിച്ചോളൂ. നമസ്കാരം. നമസ്കാരം. ഞാൻ പ്രമേഹത്തിന്റെ ഒരു 300 നിൽക്കുന്നത്. അപ്പൊ അതുമായി ബന്ധപ്പെട്ട് ഈ കോവാക്സിൻ എടുത്തിരുന്നു. അത് ക്ലിയർ ആവുന്നില്ല. അതെ, ഞാനൊരു ഡയബറ്റിക് പേഷ്യന്റ് ആണ്. ഒരു 2 year ആയി. അപ്പൊ ഈ അടുത്തൊരു മാസം കോവാക്സിൻ എടുത്തിരുന്നു. അത് കഴിക്കുമ്പോ നോക്കുമ്പോ 300 above ഉണ്ട്. പിന്നെ മോർണിംഗില് ഫസ്റ്റ് ടൈമിൽ എടുക്കുമ്പോ 157 ഒക്കെ ഉണ്ട് എടുക്കുമ്പോ. അപ്പൊ അതുമായിട്ട് ബന്ധപ്പെട്ട് ഈ കോവാക്സിൻ എടുത്തുകൊണ്ട് നല്ല റിയാക്ഷൻ ഉണ്ടോന്ന് അറിയാൻ വേണ്ടി വിളിച്ചതാ. ഇല്ല, കോവിഡ് വാക്സിനും ഷുഗർ കൺട്രോളുമായിട്ട് ബന്ധമൊന്നുമില്ല കേട്ടോ. അത് നമ്മൾ മരുന്നുകളിൽ അഡ്ജസ്റ്റ് ചെയ്ത് ഷുഗർ കുറച്ചുകൂടി കൺട്രോൾ ചെയ്യേണ്ടതാണ്. ഓക്കെ, തിരുവനന്തപുരത്ത് നിന്ന് അനീഷ് എന്ന പ്രേക്ഷകൻ ചേരുന്നു. അനീഷ് ഡോക്ടറോട് സംശയം ചോദിച്ചോളൂ. ഹലോ. പറഞ്ഞു. ഹലോ ഡോക്ടറെ, എന്റെ പേര് അനീഷ് എന്നാണ്. പറഞ്ഞോളൂ. ഞാൻ നെഫ്രോപ്പതി വന്നിട്ട് ഈ യൂറിനിൽ പ്രോട്ടീന്റെ അളവ് കൂടുതലായിട്ട് ചികിത്സയിലാണ്. ഇപ്പൊ ഞാനൊരു 5 വർഷം കൊണ്ട് ചികിത്സയിലാണ്. അപ്പോ ഇപ്പോഴ് ഷുഗർ ഇച്ചിരി കൂടുതലാണ്. പ്രമേഹ രോഗമുള്ള ആളാണോ? പ്രമേഹം ഇപ്പൊ ഒരു 3 വർഷം കൊണ്ട് പ്രമേഹത്തിലാണ്. പക്ഷെ നെഫ്രോപ്പതി 5 വർഷമായിട്ടുണ്ട്. വേറെ കാരണങ്ങൾ കൊണ്ടുള്ള കിഡ്നി പ്രോബ്ലം ആണ് അല്ലേ? കിഡ്നി പ്രോബ്ലം ആണ്. ഇതിന്റെ ഡീറ്റെയിൽ ഞാൻ വൈഫിന്റെ കൊടുക്കാം. ഡീറ്റെയിൽ പുള്ളി കറക്റ്റാ പറയും ഡോക്ടറെ. അല്ല, ഇത് ഷുഗർ കൂടിയിട്ടാണ് ഇത് വന്നത്. ഇപ്പോഴും കുറച്ച് ദിവസം കൊണ്ട് ഭയങ്കര ക്ഷീണവും, ഷുഗർ കുറവാണ് പക്ഷെ ഇത്തിരി ക്ഷീണോ, എപ്പോ നോക്കിയാലും ക്ഷീണോ. ഈ 5 വർഷമായിട്ട് ഷുഗർ ഉണ്ട്. ഷുഗർ എന്റെ കാലൊടിഞ്ഞ സമയത്ത് ട്രീറ്റ്മെന്റിൽ ചെയ്തപ്പോഴത്തേക്ക് 2 ഗുളിക കഴിച്ചതിന് ശേഷം ഷുഗർ കൂടിയത്. അത് 5 വർഷമായിട്ട് ഷുഗർ ഉണ്ട് അല്ലേ? അതെ അതെ അതെ. നെഫ്രോപ്പതിയും 5 വർഷമായിട്ട് തന്നെയാണ് ഉള്ളത്. യൂറിനിൽ പ്രോട്ടീന്റെ അളവ് കൂടുതലായിട്ട് പോകുന്നുണ്ട്. രക്തസമ്മർദ്ദം ഉണ്ടോ? പ്രഷർ ഉണ്ടോ? BP ഉണ്ട്. BP നല്ല BP ആണ്. BP കൺട്രോൾഡ് അല്ല അല്ലേ? ക്രിയാറ്റിനിൻ ചെക്ക് ചെയ്തിട്ടുണ്ടോ? ക്രിയാറ്റിൻ ലാസ്റ്റ് വന്നിട്ട് ഇപ്പൊ നോക്കി 1.2 ആണ്. 1.2 ആണ്. ഭയങ്കര ക്ഷീണമാ. ലാസ്റ്റ് നോക്കിയ ഷുഗേഴ്സിന്റെ വാല്യൂ ഒന്ന് പറയാമോ? ലാസ്റ്റ് ഷുഗർ നോക്കിയപ്പോഴത്തേക്ക് ഫാസ്റ്റിംഗ് 122, അത് കഴിഞ്ഞ് 150 അല്ലേ? അതെ. ഇപ്പൊ പനി, വേറെ മൂത്രമൊഴിക്കുമ്പോ വേദനയോ, ചുമ, നെഞ്ചരിച്ചില്ല, നടക്കുമ്പോ കിതപ്പോ ശ്വാസമുട്ടോ മറ്റുണ്ടോ? ശ്വാസം മുട്ടല് ചെറുതായിട്ടേ ഉള്ളൂ, പക്ഷെ ഭയങ്കര നെഞ്ചരിപ്പ്. എന്ത് ആഹാരം കഴിച്ചാലും നെഞ്ചരിപ്പാ. ഈ ക്ഷീണം എന്ന് പറയുന്ന പല കാരണങ്ങളും ഉണ്ടാവും. രക്തക്കുറവ്, ഷുഗർ കൺട്രോൾഡ്, അല്ലെങ്കിൽ BP കൂടിയാല്. അപ്പം ഇതൊരു അടുത്തുള്ള ഡോക്ടറെ കണ്ട് ഡീറ്റെയിൽഡ് പരിശോധന നടത്തിയാലേ നമുക്ക് ക്ഷീണത്തിന് ഒരു 100 കാരണങ്ങളെങ്കിലും ഉണ്ടാവും.
അല്ലെങ്കിൽ എന്തെങ്കിലും അണുബാധ, മൂത്രത്തിൽ ചെറിയ മൂത്രപ്പഴുപ്പൊക്കെ ഉണ്ടെങ്കിൽ നമുക്ക് ഇൻഫെക്ഷൻ ഉണ്ടാവും. അപ്പം ക്ഷീണമുണ്ട്, നെഞ്ചരിച്ചിലുണ്ട്, വിശപ്പ് കുറവാണ്, അപ്പൊ അങ്ങനെയൊക്കെ ഉണ്ടെങ്കിൽ അടുത്തുള്ള ഒരു ഡോക്ടറെ കണ്ടിട്ട് ഡീറ്റെയിൽ ആയിട്ട് പരിശോധന നടത്തി കാരണം കണ്ടുപിടിക്കുന്നതായിരിക്കും ബെറ്റർ കേട്ടോ. ശരി ഡോക്ടർ, വളരെ നന്ദി. ഈ തിരക്കുള്ള സമയമാണെന്ന് അറിയാം. വന്നതിന്, സംശയങ്ങൾക്ക് മറുപടി നൽകിയതിന് താങ്ക് യു. താങ്ക് യു. പ്രമേഹവും വൃക്ക രോഗങ്ങളും എന്ന വിഷയത്തിലായിരുന്നു ഡോക്ടർ